ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കിതുപോലെ അപ്പം തയ്യാറാക്കിയിട്ടെടുത്താലോ. പുള്ളിൽ നല്ല സോഫ്റ്റും അരികെ കുറച്ച് മൊരിഞ്ഞിട്ടുള്ള അപ്പമാണ്. അപ്പോൾ ഞാനിന്നിവിടെ ഈ ഒരു അപ്പം തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇൻഡസ് വാലിയുടെ കാസ്റ്റ് അയൺ അപ്പം പാൻ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. നല്ല പാക്കിംഗ് ഒക്കെയാണ്. ഉള്ളിൽ നമുക്കൊരു ലെറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ നല്ല ബബിൾ റാപ്പൊക്കെ ചെയ്ത് നല്ല പാക്കിങ്ങിലാണ് നമുക്ക് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് അപ്പം പാനാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഇതുപോലെ ഒരു ലിഡ് കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഇൻഡസ് വാലിയുടെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ പ്രീ സീസൺഡ് ആയിട്ടാണ് വരിക. ഇതുപോലെയാണ് നമ്മുടെ അപ്പച്ചട്ടി ഉള്ളത്. ഓൾറെഡി സീസൺഡ് ആണ്. പിന്നെ കാസ്റ്റ് അയൺ ആയതുകൊണ്ട് തന്നെ ഇത് 100% ടോക്സിൻ ഫ്രീ ആണ് കേട്ടോ. അതുപോലെ നമുക്ക് ഫുഡിലൊക്കെ നല്ല അയൺ കണ്ടൻറ്റ് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഫുഡിൻ്റെ ഫ്ലേവറും നന്നായിട്ട് എൻഹാൻസ് ചെയ്യും കേട്ടോ നമ്മൾ ഇതുപോലെയുള്ള കാസ്റ്റ് അയൺ പാത്രങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഇത് നാച്ചുറലി തന്നെ നോൺ സ്റ്റിക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാനൊക്കെ ഈസിയാണ്. പിന്നെ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഇതുപോലൊന്ന് എണ്ണ തടവി എടുക്കുന്നുണ്ട്. അത്രയും മാത്രം ചെയ്താൽ മതി. എന്നിട്ട് നന്നായിട്ട് പാൻ ചൂടായ ശേഷം നമുക്കിത് അപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് കാസ്റ്റ് അയൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, ആ ഒരു ചൂട് നന്നായിട്ട് നമ്മുടെ പാത്രങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യും കേട്ടോ. ഒന്ന് നന്നായി ചൂടായതിന് ശേഷം പിന്നെ ആ ഒരു ചൂട് അതിൽ തന്നെ നന്നായിട്ട് നിൽക്കാനായിട്ട് കാസ്റ്റ് അയൺ ആയതുകൊണ്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് സൈഡൊക്കെ മുരിഞ്ഞിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇതിൽ നന്നായിട്ട് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഡസ് വാലിയുടെ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമല്ല കേട്ടോ, ഒരുപാട് കാസ്റ്റ് അയണിൻ്റെ പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോഡ് സിനി 12 യൂസ് ചെയ്യുകയാണെങ്കിൽ 12% ഓഫർ കൂടെ കിട്ടും കേട്ടോ പർച്ചേസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.